അപ്പോൾ ഒരു നേഴ്സായിട്ടുള്ള സാറ് എങ്ങനെയാണ് ഈ നഴ്സിംഗിൽ ഒരുപാട് നഴ്സുമാരെ നമ്മൾ പുറം രാജ്യങ്ങളിലേക്ക് വിടുന്ന രീതിയിൽ കോഴ്സുകൾ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഡയറക്ടറായിട്ട് മാറിയത് ആ ഒരു സ്റ്റോറി എന്താണ്? ആക്ച്വലി എൻ്റെ വൈഫ് നേഴ്സാണ്. ഓക്കെ. അപ്പം ഞാൻ എൻ്റെ വൈഫിനെ കൊണ്ടൊരു OT പഠിപ്പിക്കാൻ വേണ്ടി കോട്ടയത്ത് ഒരു സ്ഥാപനത്തിൽ കൊണ്ടാക്കി. ഓക്കെ. ആക്ച്വലി അവൾ വന്ന് പറഞ്ഞു ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ക്ലാസ്സിലൊക്കെ ഒരു 80-90 പേരൊക്കെ ഒരു ക്ലാസ്സിലിരിക്കുന്നത്. അതെ. അപ്പോൾ അവർക്ക് ആ ഇൻഡിവിജ്വൽ അറ്റൻഷനോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അതെ. അപ്പോൾ അത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവളത് ഡ്രോപ്പ് ചെയ്തു. എനിക്ക് പറ്റത്തില്ല എന്നുള്ള രീതിയിലാക്കി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇരിക്കുന്ന സമയത്താണ് നമുക്കൊന്ന് ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്താലോ എന്ന് എന്നോട് അവൾ ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആൾ നേഴ്സാണ്. അപ്പോൾ ആളോട് ഞാൻ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കാടാ, നമുക്കൊന്ന് ഇതാക്കാം എന്നുള്ള രീതിയിൽ നോക്കി. ഞങ്ങൾ അങ്ങനെ ഒരു കോട്ടയത്ത് കാരിത്താസ് ജംഗ്ഷൻ തെള്ളകം എന്ന് പറയും, അവിടെ ഒരു ചെറിയൊരു റൂം എടുത്ത് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തു. അഡ്മിയ ഇൻ്റർനാഷണൽ അക്കാഡമി എന്ന് പറഞ്ഞ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തു. ഒരു കുഞ്ഞൊരു 150 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ക്ലാസ് റൂം ഇടാൻ ആദ്യം നമ്മൾ OT ആണ് തുടങ്ങുന്നത്. അത് ഒരു ചെറിയൊരു ക്ലാസ് റൂമും ഒരു ട്യൂട്ടറും എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം ഒരു 3 അല്ലെങ്കിൽ 5 സ്റ്റുഡൻസ് കൂടുതൽ വന്നിട്ടില്ല. പിന്നെ അവരുടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് അവരങ്ങനെ കുറച്ച് ഫ്രണ്ട്സൊക്കെ സർക്കിളിൽ വന്നു കഴിഞ്ഞ് അവരെല്ലാവരും അച്ചീവ് ചെയ്തു. B സ്കോർ നേടി. അവരിപ്പം എല്ലാവരും ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും UK-ലൊക്കെ ആയിട്ട് വർക്ക് ചെയ്തു. ഫസ്റ്റ് തന്നെ ഇത്. അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മൾ സ്റ്റാർട്ടിങ് ആകുമ്പോൾ നമ്മൾ അത്ര നല്ല ഒരു ഫാക്കൽറ്റീനെ എടുക്കുകയുള്ളൂ. എന്നുവെച്ചാൽ നമുക്ക് വളർന്ന് വരണമല്ലോ. അതുകൊണ്ട് നല്ലൊരു ഫാക്കൽറ്റീനെ എടുത്ത് നല്ല ക്ലാസ് ഇൻഡിവിജ്വൽ അറ്റൻഷനോട് കൂടി ക്ലാസ് കൊടുത്ത് അവർ ഒരു 4-5 പേരോളം ഒറ്റയടിക്ക് തന്നെ പാസ്സായി. ഒരു 3 മന്ത് കോഴ്സ് കൊടുത്ത് ഒറ്റയടിക്ക് തന്നെ പാസ്സായി കഴിഞ്ഞപ്പോഴത്തേന് അപ്പോൾ ഞങ്ങൾ ഓർത്ത് എന്നാൽ പിന്നെ ഇത് നമുക്ക് ഇച്ചിരി കൂടെ ഡെവലപ്പ് ചെയ്യാമെന്നുള്ള രീതിയിൽ, അതായത് ഇപ്പോൾ നമ്മൾ നേഴ്സ് ആകുമ്പോൾ നമുക്കൊരു നേഴ്സിൻ്റെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഓരോരോ പ്രോബ്ലംസ് ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. മനസ്സിലായില്ലേ? ആക്ച്വലി നേഴ്സ് ആകണമെന്നില്ല, ഒരു പേഷ്യൻ്റ് ആയാലും പേഷ്യൻറ്റിനും അറിയാൻ പറ്റും ഒരു നേഴ്സിൻ്റെ കഷ്ടപ്പാട്. അപ്പോൾ നമ്മളിപ്പം നമ്മൾ ആരെങ്കിലും ഹോസ്പിറ്റലിൽ പോയി കിടന്നാൽ ഒരു നേഴ്സ് അല്ലെങ്കിൽ ഡോക്ടർ വന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിച്ചിട്ട് പോകുന്നതല്ലാതെ ബാക്കി എല്ലാം ചെയ്യുന്ന നേഴ്സുമാരാണ്. അപ്പോൾ ആ ഒരു അറിയപ്പെടുന്നത് അത് തന്നെ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ കൂടുതൽ നമുക്ക് കുറച്ചും കൂടെ വിപുലീകരിക്കാം. ചെറിയൊരു എമൗണ്ട് ഇട്ട് കുറച്ചൊരു പൈസ നമുക്ക് ഓടിപ്പോണമല്ലോ. ബിസിനസ് ആകുമ്പോൾ തന്നെ റൂം റെൻറ്റ് കൊടുക്കണം, ഫാക്കൽറ്റിക്ക് ക്യാഷ് കൊടുക്കണം, റിസപ്ഷനിസ്റ്റിന് ക്യാഷ് കൊടുക്കണം, അപ്പോൾ ചെറിയൊരു എമൗണ്ട് കൊടുത്ത് നമ്മൾ നേഴ്സുമാരെ പാസ്സാക്കുക എന്നുള്ള ഒരു രീതിയിലാണ് ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഏകദേശം കോട്ടയത്തും കോട്ടയം ലോഗോസ് ജംഗ്ഷനിലും കാരിത്താസ് ജംഗ്ഷനിലുമായിട്ട് 2 സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ 100% സക്സസ് ഗ്യാരണ്ടിയോടുകൂടെ പോകുന്നുണ്ട്.